എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു വിശിഷ്ട വ്യക്തിയാണ്. വരകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും നമ്മയൊക്കെ ഒത്തിരിയേറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സ്കൂൾ അധ്യാപകനായ ഒരു വിശിഷ്ട വ്യക്തി സത്കല വിജയം മാഷ്. വളരെയേറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ ചാനലിലേക്ക് നമുക്ക് മാഷിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം വിജയ മാഷേ. നമസ്തേ. ആദ്യം അറിയേണ്ടത് സത്കല വിജയൻ എന്ന വ്യക്തി ആരാണ്? ഈ സത്കല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ശരിക്ക് പേര് NG വിജയൻ എന്നാണ്. തൂലികാനാമമാണ് സത്കല വിജയൻ എന്ന് ആക്കിയിരിക്കുന്നത്. ഞാൻ തൃപ്പൂണിത്തുറ ഫൈൻ ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ചിത്രകലയായിരുന്നു മെയിൻ വിഷയം. അപ്പോൾ അങ്ങനെ അവിടെ പഠിക്കുന്ന ഓരോ കലാകാരന്മാർ RLV ഗോപി, RLV രാമകൃഷ്ണൻ, ഇങ്ങനെ ഇംഗ്ലീഷ് പേരുകൾ ചേർത്തിട്ട് ഇട്ടപ്പോൾ ഞാൻ തനി മലയാളീകരിച്ച് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചത് കൊണ്ട് ആ ഫൈൻ ആർട്സ് എന്നുള്ളത് ശുദ്ധ മലയാളമാക്കി ഞാൻ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് സത്കല, ഫൈൻ ആർട്ട് എന്നുള്ള രീതിയിൽ സത്കല വിജയൻ എന്ന് പേര്. അത് ആ പേരിലാണ് ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം എന്നുള്ളത് NG വിജയൻ എന്നാണ്. അതാരും അങ്ങനെ അറിയാറില്ല. എങ്ങനെയാണ് മാഷ് ഈ കലാരംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. NK ഗോവിന്ദൻ ആശാൻ എന്ന് പറയുന്ന ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ ചെണ്ടമേളം, അതുപോലെ തന്നെ ശാസ്താംപാട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഗുരുശിഷ്യ ബന്ധമില്ലാതെ, അതായത് ആശാൻ്റെ അടുക്കൽ പഠിക്കാതെ കേട്ടു പഠിച്ചതാണ് ചെണ്ടമേളത്തിൽ അവഗാഹമായ പാണ്ഡിത്യം ഉണ്ടായത്. അങ്ങനെ അച്ഛന് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ ചെറിയ ചെറിയ കഴിവുകളൊക്കെ എനിക്കും കിട്ടി. അങ്ങനെ വന്നു ചേർന്നതാണ്. ഇപ്പോൾ ഈ രംഗത്ത് വന്നിട്ട് എത്ര വർഷമായി? എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്? ഒന്ന് പറയാമോ? ചിത്രകലാരംഗത്ത് എന്ന് പറയുമ്പോൾ ഞാൻ 83 ചിത്രകല പാസ്സായി. അപ്പോൾ അതിനു മുമ്പ് ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു 39 നൃത്ത നാടക ട്രൂപ്പുകളും ബാലെ ട്രൂപ്പുകളും നാടക ട്രൂപ്പുകളിലും ഒക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ കർട്ടൻ സെറ്റ് വരയ്ക്കുന്നതിനും മേക്കപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അഭിനയിക്കുന്നതിനും, പിന്നെ ഇതൊരു വലിയൊരു കൂട്ടായ്മയാണല്ലോ നാടകം ബാലെ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ഒത്തിരി കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു കുടുംബമായിരിക്കും. അപ്പോൾ അതിനകത്ത് അവരിൽ നിന്ന് കിട്ടുന്ന പല കഴിവുകളും നമുക്കറിയാതെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിൽ ഈ കർട്ടൻ സെറ്റൊക്കെ വരയ്ക്കാനൊക്കെ ഞാൻ അങ്കമാലി ആ ഭാഗത്തൊക്കെ താമസിച്ച് 2-3 വർഷങ്ങൾ താമസിച്ച് ഞാൻ ധാരാളം കർട്ടൻ സെറ്റൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് മേക്കപ്പിൽ. അതുപോലെ തന്നെ ചിത്രകലയിൽ എനിക്ക് 2000 സെപ്റ്റംബർ 5-ാം തീയതിയാണെന്ന് തോന്നുന്നു ഡൽഹിയിൽ വെച്ച് ടൽക്കട്ടോറ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ BR അംബേദ്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കേരള ലളിതകല അക്കാദമി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വെൽഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മുൻ കേരള ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കടാചലം അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒറീസയിൽ ഞാൻ നാടൻ പാട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. അതിന് കേരള കലാമന്ദിരം അവാർഡ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സെപ്റ്റംബർ അവസാനത്തിൽ എനിക്ക് ഒരു അവാർഡും കൂടി കിട്ടാൻ സാധ്യതയായിട്ടുണ്ട്. അതായത് മലയാള പുരസ്കാരം. അതായത് പ്രസിദ്ധരായിട്ടുള്ള സിനിമാ നടന്മാർ, നാടക നടന്മാർ, അഭിനേതാക്കൾ, ആക്ടേഴ്സ്, സംവിധായകർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. ഒരു 10-60 കലാകാരന്മാർ ഇതിൽ വരും. അപ്പോൾ അതിൽ ഈ എളിയവനും ഒരു ചെറിയ ഒരു കലോപഹാരം, മലയാള പുരസ്കാരം,
എനിക്ക് സെപ്റ്റംബർ 30 ലഭിക്കും. എങ്ങനെയാണ് ഈ നാടൻ പാട്ട് കലാരംഗത്തേക്ക് വന്നത് ഒന്ന് പറയാമോ? കലാരംഗത്തേക്ക് വരാൻ കാരണം, നാടൻ പാട്ടിൻ്റെ രംഗത്തേക്ക് വരാൻ കാരണം, എൻ്റെ അമ്മ ഈ കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ പാടങ്ങളാണ്, വയലുകളാണ്. അപ്പോൾ വയലിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പാടത്ത് പണിക്ക് പോകും. അപ്പോൾ അങ്ങനെ ഞാറ് നടുന്നതിനും കൊയ്ത്തിനും ഒക്കെ വളരെ സജീവമായിട്ടും മറ്റ് സ്ത്രീകളെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. വാക്ചാതുര്യം കൊണ്ടും പാട്ടുകൊണ്ടും എല്ലാം കൊണ്ടും ആൾക്കാരെ കീഴടക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്. ആശാട്ടി എന്നാണ് അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. തങ്കമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മ മരിച്ചുപോയി. അച്ഛൻ ഗോവിന്ദനാശാൻ, അച്ഛനും മരിച്ചുപോയി. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ഉം 30ഉം സ്ത്രീകൾ ഒരുമിച്ചായിരിക്കും ഒരു കണ്ടത്തിലൊക്കെ അന്ന് വയലിലൊക്കെ പണിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ദ്രുതഗതിയിൽ ഈ പണികൾ തീരാൻ വേണ്ടിയിട്ട് ഇവർ സമയം പോക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ മനോധർമ്മം അനുസരിച്ച് ഇങ്ങനെ പാടും. അതായത് ലിഖിതങ്ങളല്ലല്ലോ, നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന ലിഖിതങ്ങളല്ല, അലിഖിതങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ നാടൻ പാട്ടുകൾ, അമ്മയ്ക്ക് അറിയാവുന്ന പാട്ടുകൾ അമ്മ തലപ്പാട്ട് പാടിക്കൊടുക്കുക എന്ന് പറയും. തലപ്പാട്ട് പാടിക്കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാടും. അപ്പം ഇത് അന്ന് മുഴുപട്ടിണിയായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ അമ്മയെ തേടി ഇങ്ങനെ പോയി ഇങ്ങനെ വളരെ ദൂരെ ഇങ്ങനെ വയലുകൾ താണ്ടി ചെല്ലുമ്പോൾ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അമ്മയുണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മ എനിക്കൊരു പണി തരും. അതായത് ഈ ഇന്നലത്തെ മഴയത്ത് നനഞ്ഞു പോയ തലയിൽ ചൂടുന്ന പുട്ടി അതുകൊണ്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പറയും. അങ്ങനെ വെയിലത്ത് ഞാൻ ഉണക്കി ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഇത് ദാരിദ്ര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവരാണ് ഈ നാടൻ പാട്ടും അതുപോലെ തന്നെ കൃഷിപ്പണിക്കാരും ഒക്കെ. ഇവർ അധ്വാനിക്കാൻ വേണ്ടി മാത്രം ചുമതലപ്പെട്ടവരാണ്. അല്ലാണ്ട് ഇവർക്ക് സമ്പുഷ്ടമായിട്ട് ജീവിതങ്ങൾ നേടിക്കൊണ്ട് പോകാൻ അവർക്ക് അറിയാൻ പാടില്ല. അതായത് അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നാടൻ പാട്ടുകൾ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നല്ലോ നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ അടുത്ത് ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ തേക്ക് കൊട്ട കൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ തേക്ക് കൊട്ട. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ തേക്ക് കൊട്ട കൊണ്ട് ഇവർ തേകുമ്പോൾ മടിയിൽ ഒരു വാളം ചെറിയ കല്ലുകൾ പെറുക്കി മടിയിൽ വെച്ചിട്ട് അടുത്തൊരു തോർത്ത് ഒരു 4 കമ്പയിൽ ഇങ്ങനെ ഉടക്കി ഇങ്ങനെ നെറ്റ് പോലെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒന്നെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം അതിൽ ഇങ്ങനെ ആ വെള്ളം കോരുന്ന ലാക്കൊട്ടയുടെ ആഴം, ആ കിണറിൻ്റെ ആഴം അല്ലെങ്കിൽ ആ കുഴിയുടെ ആഴം ഈ പാട്ടിൻ്റെ നീളത്തിൽ നമുക്കറിയാൻ പറ്റും. ഒന്നേ ഒന്നേ അത്രയും ആ പാട്ടിൻ്റെ ദൈർഘ്യത്തിലായിരിക്കും ആ കുഴിയുടെ ആഴം. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം തേകി കഴിഞ്ഞിട്ട് മടിയിലിരിക്കുന്ന ഒരു കല്ലെടുത്ത് അത് ആ തോർത്തിലേക്ക് വെക്കും. അവരുടെ ആ നിഷ്കളങ്കതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരം വെളുക്കുന്നവരെയും ഈ ഒന്നേ തേകിയോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ആ പ്രദേശം മുഴുവനും തേകി നനയ്ക്കും. മ്യാൽക്കണ്ടങ്ങളൊക്കെ നനയ്ക്കുന്നത് അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. എന്നിട്ട് അവസാനം ഈ വാര്യത്തോ അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഇല്ലത്തോ ചെന്നിട്ട് പറയും, ഈ കിഴിക്കെട്ട് കല്ല് കൊടുത്തിട്ട് തമ്പുരാൻ്റെ കാൽച്ചോട്ടി വെച്ചിട്ട് പറയും, തമ്പുരാനെ ഇത്രയും ഞാൻ തേകി എന്ന് പറയും. ഇത്ര എണ്ണം എന്ന് പറയാൻ അറിയില്ല. അപ്പോൾ പറയും, കുഴപ്പമില്ല, അത് ഒരു കാര്യം ചെയ്യൂ, ഇന്നത്തെ കൂലി തരാനില്ലല്ലോ, നാളെ തരാം കേട്ടോ എന്ന് പറയും. അങ്ങനെ കടം പറഞ്ഞിട്ടുള്ള ജോലിക്കാരായിരുന്നു ഇവരെ ഒട്ടുമുക്കാലും. വെച്ചു കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടം. അത് കൃഷിപ്പണിയായാലും എന്തു പണിയാണെങ്കിലും അധ്വാനിക്കുവാൻ ഒരു വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, മക്കളുടെ മക്കള് ഇവരൊക്കെ കൂടെ ഒരു ഘോഷയാത്ര പോകുന്നത് പോലെയാണ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈ പാടത്ത് കന്നുകാലികളും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. അത് 10-12 കാളകൾ ഇങ്ങനെ പൂട്ടുകയും
എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാളുകൾ ഭയങ്കര ഉത്സവമാണ്. അപ്പൊ കൊക്കുകൾ ഇങ്ങനെ പാറിപ്പറക്കണതും ഇതിന്റെ മുഖം കൊണ്ട് ഇങ്ങനെ ഉഴുതുമറിച്ച് മണ്ണ് രണ്ടു വശത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ അതിനകത്തുള്ള മണ്ണിര തിന്നാനായിട്ട് കൊക്കുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു വരുന്നതും ഇപ്പൊ അതൊന്നും കാണാനില്ല. ഇപ്പൊ നമ്മളുടെ ശ്രീമദ് അയ്യങ്കാളി പറഞ്ഞതുപോലെ മുട്ടിപ്പുല്ല് കിളിർപ്പിച്ചിരിക്കുകയാണ് പ്രദേശങ്ങൾ മുഴുവനും. കൃഷിപ്പണിയില്ല. ഇപ്പൊ എല്ലാം നമ്മളുടെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണല്ലോ, നെല്ലും അരി എല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇപ്പോ നെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ കുട്ടികളോട് പറയുകയാണെങ്കിൽ കുട്ടികളോട് പറയുമ്പോൾ ആ നെല്ല് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ലാബറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബിൽ കണ്ടിട്ടുണ്ട് നെല്ല് എന്ന് പറയും. ആ കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ കൃഷിപ്പണി എന്താണെന്നോ നെല്ല് കൃഷി ചെയ്യണത് എങ്ങനെയാണെന്നോ അതിനെന്തെല്ലാം അതിൻ്റെ പിന്നിലുള്ള അധ്വാനങ്ങളുണ്ട്, ഇതൊന്നും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് നമ്മളുടെ മനസ്സിൽ നെഞ്ചേറ്റാനായിട്ട് കുറേ നാടൻ പാട്ടുകൾ ഈ പഴമക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ കാണായ പ്രദേശങ്ങൾ മുഴുവനും, ഇപ്പോൾ ഓണക്കാലമാണല്ലോ, ഈ പ്രദേശം മുഴുവനും നല്ല സമ്പുഷ്ടമായിട്ട് വർണ്ണാഭമായിട്ടുള്ള പൂക്കൾ കൊണ്ട് വിധാനിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നെല്ലാം. അത് റബ്ബർ വന്നതോടുകൂടി ഇതെല്ലാം വെട്ടി വെളുപ്പാക്കി റബ്ബർ വെച്ചു. അത് നഷ്ടമാണെന്ന് കണക്കാക്കി പിന്നെ കൊക്കോ വെച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും കൃഷികൾ ഇങ്ങനെ മാറി മാറി അവസാനം ജനം മടുത്തപ്പോൾ ഇനി കൃഷി വേണ്ട എന്നുള്ള, എല്ലാം നമുക്ക് പാക്കറ്റുകളിൽ കിട്ടുമല്ലോ, എന്ത് കാര്യവും നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ജീവിത രീതി കടന്നു പോകുന്നത്. ഇപ്പോൾ ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് മാഷ് കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ പ്രഗത്ഭമായിട്ട് വായിക്കാൻ അറിയില്ല എങ്കിലും ഞാൻ ചെണ്ട, ഇടയ്ക്ക, തുടി, അതുപോലെ തബല, അത്യാവശ്യം മൃദംഗം, ഇങ്ങനെ ഒട്ടുമുക്കാലും വാദ്യങ്ങൾ ഒക്കെ ഞാൻ വായിക്കും. ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെയുള്ള പഠനങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ആശാൻ്റെ കീഴിൽ പഠിച്ച ചിത്രകല മാത്രമേ ഉള്ളൂ. അതിനെനിക്ക് ധാരാളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് മാഷ് ചിത്രകല പഠിപ്പിച്ചിരുന്നത്? 85 ഞാൻ സ്കൂൾ ടീച്ചറായിട്ട് എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ് ആദ്യം എന്നെ നിയമിക്കുന്നത്. അതിനുശേഷം കൊങ്ങോർപ്പള്ളി, വടക്കൻ പറവൂർ, അതിനടുത്ത് കൊങ്ങോർപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ട് അങ്ങോട്ടേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. പിന്നെ അതുകൂടാതെ 1992 തിരുവാങ്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് എനിക്ക് മാറ്റം കിട്ടി. അവിടെ ഞാനൊരു 10-16 വർഷക്കാലം ഞാൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തു. അവിടെയാണ് ഞാൻ പെൻഷനായത്. അങ്ങനെ കാലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിലേക്ക് ക്ലബിംഗ് ആയിട്ട് അവിടെയും ചിത്രകല പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ 2011 ഞാൻ പെൻഷനാകുന്നത്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാൻസ് ഒന്നും വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എങ്കിലും അത്യാവശ്യം അന്നത്തെ ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള നാടകത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സുകളൊക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബാല ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ പേരിൽ കണ്ടും കേട്ടുമൊക്കെ പഠിച്ചതാണ്. കാലിൽ ചിലങ്ക കിട്ടിയിരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ കുറേ കലാകാരന്മാർ ഉണ്ടായിരുന്നു. അവരൊന്നും സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല. എല്ലാവർക്കും നമ്മളുടെ യവനിക സിനിമയിലെ തബലിസ്റ്റ് അയ്യപ്പൻ്റെ കഥ പറഞ്ഞ പോലെ വിളിച്ചാൽ സമയത്ത് വരില്ല. അങ്ങനെ എനിക്കാണെങ്കിൽ വളരെ കൃത്യമാണ്. 8 മണിയെന്ന് പറഞ്ഞാൽ 7:45 ഞാൻ സ്റ്റേജിൽ ഹാജരാണ്. അങ്ങനെയാണ് എൻ്റെ ഇതുവരെയുള്ള കീഴ്വഴക്കം അതാണ്. അപ്പോൾ അത് ഇവർ വരാതായപ്പോൾ ഞാൻ ആലോചിച്ചു, അതായത് ഒരു എല്ലത്താളം പിടിക്കണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് വേണം, അതുപോലെ തന്നെ തുടിയൊന്ന് വായിക്കണമെങ്കിൽ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് അവർ വേണം. അങ്ങനെ അത് ആ ഒരു ഗമയാണ് ഇവർക്കൊക്കെ വരാൻ താമസം വരുന്നത്. അങ്ങനെയൊന്നും നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ അവർ പറഞ്ഞ സമയത്ത് ചെയ്യണം. അത് തന്നെയല്ല, അവരും വേറെ 100 കൂട്ടം കാര്യങ്ങളൊക്കെ ചാർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തിന് ഇവരുടെയൊക്കെ കാല് പിടിക്കുന്നത്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ തിരുവാങ്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മലയാളം പഠിപ്പിക്കുന്ന ഒരു ബാലസാഹിത്യകാരൻ സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ വീട് കാഞ്ഞിരമറ്റത്താണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ നല്ല അറിവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, ഞാൻ ഇതൊന്നും എനിക്കറിയില്ല എന്നിട്ട് ഞാൻ 100 സ്റ്റേജുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടിയും തട്ടിയും കുട്ടിയും പാടിയും വരച്ചുമൊക്കെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു 2 മണിക്കൂറൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എന്നെപ്പോലെ തന്നെ നീയും ഇതെന്തെങ്കിലും ഒരു മാഷും കുട്ടികളും, പുള്ളിയുടെ അങ്ങനെയാണ്, മാഷും കുട്ടികളും എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പാടില്ല.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 2039 വേദികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഈ ചിത്രകലയും വരയും നാടൻ പാട്ടുകളും ഒക്കെ കൂടിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഓണമല്ലേ വന്നേക്കണം, അപ്പോൾ ഓണത്തിനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. ഇത് എൻ്റെ കുട്ടിക്കാലത്ത് ഈ പ്രദേശങ്ങളിലുള്ള ഒരു ഓണക്കാലത്തെ കുറിച്ചുള്ള ഭാവനയാണ്. തെയ്യം തിന്നതാരോ തെയ്യം തിന്നതാരോ തെയ്യം തിന്നതാരോ തെയ്യം തിന്നതാരോ കൊല്ലമക്കത്തിനി മഴ മണി ഉത്തരിയാകുവാൻ കത്തി നിൽക്കുന്ന സൂര്യനെ കണ്ടുടത്തുവാരും കണ്ടുണക്കുവാൻ ചിരിയുമായി മക്കളും കൂടെ പൂക്കളും ചോടി വന്നോടി കുഞ്ഞിന്റെ രൂപിലായി കാലു നോക്കി കലം നട്ടുകൊള്ളുവാൻ വിഷാദം വിശാലമീ പൂത്തറ കാശി മുമ്പയും കടലിയും പൊങ്ങിണി അനിഴമാകെയും മഴയും കുതിർന്നിതാ അനിഴമാകെയും മഴയും കുതിർന്നിതാ ഇനിയുമൊന്നര പൂവിടാൻ കേട്ടകുഴൽ വിളി കാട്ടുമൊട്ടുമാറു കെട്ടിയൂഞ്ഞാലും കാലമിനിയും ഉടലക്കുള്ളുവാൻ മൂലമാകണം ഓണമീയോണം ആടവാങ്ങണം ൂരാടനാളിലായി ഓടിയാക്കണം അവനാങ്കണങ്ങളെ ചക്രമുദ്രാടനാളിൽ വിടർത്തണം അത്ര വേണം പോലെ തുന്നലും ഈ തിരുവോണമായി നന്മാവിൽ കാത്തിരുന്നെ പൂമുഖത്തെത്തുവാൻ മൂർത്തി ചൈതന്യമീ പുലർവേളയിൽ ചാർത്തികോലം നടിച്ചാങ്ങുടക്കയിൽ ചേർത്തിരുത്തുന്നു കുഞ്ഞിക്കരങ്ങളാൽ നാഗലോകത്തു നിന്നെത്തി മാവേലി നാടകത്തുള്ള മക്കളെ കാണുവാൻ പൈതൃകത്തിന്റെ ചുവടു പിടിച്ചുടൻ പൈതലൊക്കെയും കൈകോർത്തു നിൽക്കണം. നാളെ നല്ലൊരു സംസ്കാരമാകണം. നീള പോലെ ഒഴുകണം ഭൂമിയിൽ സമതമാകണം ജീവിതം നമ്മുടെ സമയമായിത നല്ലോണം വരുവിൻ. ഇനി ഒരു നാടൻ പാട്ട് പാടിയാലോ, നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്റ്റൈലില്. മരിമഴകൾ ജോലിഞ്ചേ മരിമഴകൾ ജോലിഞ്ചേ ചെറുവയിലൂടെ ഒറ്റ കുട്ടിയൊരുക്കി പറഞ്ഞേ ചെറുചാറൊക്കെ കെട്ടിയെറിഞ്ചേ അയച്ച മീനെല്ലാം പൊന്മാൻ തിന്നിട്ടും പൊന്മാൻ വന്നെ കൊത്തും അയച്ച മീനെല്ലാം പൊന്മാൻ തിന്നിട്ടും പൊന്മാൻ വന്നെ കൊത്തും പട്ടക്കൂട പിടിച്ചോമന തമ്പിരാൻ പറമ്പിന്നേത് നടക്കും പട്ടക്കൂട പിടിച്ചോമന തമ്പിരാൻ പറമ്പിന്നേത് നടക്കും കോമല ചന്ദില മല ചെറുകണ്ണമ്മ കാളി കറുമ്പി കോമല ചന്ദില മല ചെറുകണ്ണമ്മ കാളി കറുമ്പി കഥകടയമായ ചുമച്ചികളെല്ലാരും വന്നേ കഥകടയമായ ചുമച്ചികളെല്ലാരും വന്നേ വന്നു നിരന്തവർ നിന്നേ മുന്നിനാറൊക്കെ കെട്ടിയെറിഞ്ചേ വന്നു നിരന്തവർ നിന്നേ മുന്നിനാറൊക്കെ കെട്ടിയെറിഞ്ചേ കണ്ണച്ചെറുകിയൊന്നപ്പോ തന്റെ ഉമലയൊന്നു വിളിച്ചേ കണ്ണച്ചെറുകിയൊന്നപ്പോ തന്റെ ഉമലയൊന്നു വിളിച്ചേ
പാട്ടൊക്കെ പാടിയിട്ട് വേണം നാട്ടുകാരൊക്കെ കേറാൻ. പാട്ടൊക്കെ പാടിയിട്ട് വേണം നാട്ടുകാരൊക്കെ കേറാൻ. ഇന്നലെ ഏതൊരു കൊമ്പനം കണ്ടി പാളപ്പയുത്തുടനം പോലെ വീണേ. ഇന്നലെ ഏതൊരു കൊമ്പനം കണ്ടി പാളപ്പയുത്തുടനം പോലെ വീണേ. പാളപ്പയുത്തതെടുക്കാനായി ചെന്നും വീണു കിടക്കണം മൂന്നു പയുക്കാൻ. കുമ്പത്തിലൊരു ചൂലത്തെ കെട്ടി പരിക്കല കമ്പാനു കാഴ്ചയും വെച്ച് കൊച്ചം കാട്ടിക്കു തമ്പോയം വന്നപ്പം കുമ്പാറ കുത്തി പയങ്കഞ്ഞി തന്നെ. കൊച്ചം കാട്ടിക്കു തമ്പോയം വന്നപ്പം കുമ്പാറ കുത്തി പയങ്കഞ്ഞി തന്നെ. കാട്ടിക്ക് തന്തോയം വന്നപ്പൻ ചമ്പറും പയ്യനും പിന്നെയും തന്നേ. ഒരു കെട്ടു തുള്ളി മലലാട്ടു വന്നപ്പം വീണു കിടക്കണ കെട്ടിയോനെ കണ്ടു. നീങ്കട കെട്ടിയോ നെന്തുരമുണ്ടടി ഒരു കോടാലി കയ്യോളമുണ്ടകരാലി. നീങ്കട കെട്ടിയോ നെന്തുരമുണ്ടടി ഒരു കോടാലി കയ്യോളമുണ്ടകരാലി. മരിമഴ ജോലിഞ്ചേ മരിമഴ ജോലിഞ്ചേ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ഭാര്യയുടെ പേര് പ്രസന്നകുമാരി എന്നാണ്. കോടതി ജീവനക്കാരിയായിരുന്നു. കോടതിയിൽ നിന്നും പെൻഷനായി. അവരുടെ വീട് രാമമംഗലത്താണ്. രാമമംഗലം എന്ന് പറയുമ്പോൾ ഷട്കാല ഗോവിന്ദമാരാരുടെ ജന്മസ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഭാര്യ വീട്, രാമമംഗലം കോട്ടപ്പുറം എന്ന് പറയുന്നത്. എനിക്ക് 2 മക്കളാണ്. മകനാണ് മൂത്തത്. അവൻ എടപ്പള്ളിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യ ഇവിടെ SFS ബിൽഡേഴ്സ് കാക്കനാട് അവിടെ ജോലി ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ മോള് ഇവിടെ ഇല്ല. മോള് UK അവിടെ ജോലി ചെയ്യുന്നു. അവിടെ സയൻറ്റിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു വാദ്യോപകരണം വായിച്ചുകൊണ്ട് ഒരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇതൊരു തീണ്ടൽ പാട്ടാണ്. പണ്ട് കാലത്ത് തമ്പുരാക്കന്മാരുടെ അടുക്കൽ അധകൃത വർഗ്ഗക്കാർക്കൊന്നും ചെല്ലാൻ പാടില്ലായിരുന്നല്ലോ. പക്ഷെ എങ്കിലും അവരുടെ പകപോക്കൽ പാട്ടിലൂടെയായിരുന്നു. നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള നാടൻപാട്ട് ആചാര്യൻ എന്ന് പറയുന്നത് തിരുവല്ല തായില്യം കുട്ടപ്പനാണ്. അദ്ദേഹത്തിന് അറിയാവുന്നിടത്തോളം നാടൻ പാട്ടുകൾ ആർക്കും അറിയില്ല. ഞാൻ കലാഭവമണിയുടെ കൂടെയൊക്കെ ധാരാളം സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള മണിക്ക് ധാരാളം പാട്ടുകൾ അറിയാം. പക്ഷെ മണി എന്നോട് പറഞ്ഞത്, വിജയമാഷെ ഞാൻ ഈ പാടുന്ന നാടൻ പാട്ടുകളല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. എല്ലാവർക്കും അത് കേൾക്കുകയും കൊട്ടാനും പാടാനും ഒക്കെ. അത് ശരിക്കും അർമുഖൻ വെങ്കടങ്ങ് എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അതിൻ്റെ വരികൾ എഴുതി കൊടുത്തതെന്നാണ് മണി അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ അന്ന് അദ്ദേഹം പാടിയിരുന്നുവെങ്കിലും അത് നാടൻ പാട്ടല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് ആയിരക്കണക്കിന് പാട്ടുകൾ ആൾക്കാർക്ക് കേൾക്കാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. മണി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവരുണ്ട്. അപ്പം ഇതില് ഈ ആതിരപ്പള്ളി വാഴച്ചാൽ ആ ഭാഗത്ത് ഞാനും കലാഭവമണിയെ കൂടി പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടെ അധകൃത വർഗ്ഗക്കാർ അവർ കോളനികളിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ മണി ഞങ്ങളൊക്കെ കൂടി ഒരു വലിയ വണ്ടി കൊണ്ട് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, മണി ഈ വയോവൃദ്ധരായിട്ടുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന സീനൊക്കെ ഞാൻ കണ്ടതാണ്. അങ്ങനെ അവിടെ വെച്ച് ധാരാളം നാടൻ പാട്ടുകൾ മണി ഇങ്ങനെ പാടി. അപ്പം ഇതിൽ അന്നേരം മണി എന്നോട് പറഞ്ഞത് ഈ തായില്യം കുട്ടപ്പനാണ് ഏറ്റവും നല്ല അവതാരകൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏരേരി ഏരേ ഇരക ഏരേരിയരോ ഏരേരി ഏരേ ഇരക ഏരേരിയരോ ഏരേരി ഏരേ ഇരക ഏരേരിയരോ ഇന്നലെ തൊപ്പനം കണ്ടപ്പ തൊപ്പനം കണ്ടേ
ചാവേറി നോവിലെല്ലാം നാവു മുളച്ചമ്മേ ഊനനുറുമ്പണി കേമൊരാനയെ കൊന്നമ്മേ. കേട്ടോ തമ്പുരാനെ, ഈ പാട്ടിന്റെ അർത്ഥം തമ്പുരാന് മനസ്സിലായോ? അതായത് ഈ വരിയായിട്ട് പോകുന്ന കൂനൻ ഉറുമ്പുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാനയെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഞങ്ങളെപ്പോലെയുള്ള ഈ അധകൃതരായിട്ടുള്ള 3-4 ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ തമ്പുരാനെ വകവരുത്താൻ സാധിക്കും എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് തായില്യം കുട്ടപ്പന്റെ പാട്ടുകളുടെ മഹിമ. അതേപോലെ ഒരു തീണ്ടൽ പാട്ടാണ് അദ്ദേഹം പാടി ഞാൻ കേട്ടിട്ടുള്ളതാണ്. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പെണ്ണാളെ പുന്നാരപ്പാട്ടൊന്ന് പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഈ കണ്ടം നട്ടു ഞാൻ, മേലെ കണ്ടത്തിനാറു നട്ടു മേലെ കണ്ടത്തിനാറു നട്ടു. ഐ പുഞ്ചപ്പാടത്തെ പൂയിലെ പെണ്ണാളെ ഉന്നാരപ്പാട്ടൊന്ന് പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഈ കണ്ടം നട്ടു ഞാൻ, മേലെ കണ്ടത്തിനാറു നട്ടു മേലെ കണ്ടത്തിനാറു നട്ടു. ഞാറ്റുകുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാനു തീണ്ടലാണേ, ഞാറ്റുകുത്തി കയറി വരുമ്പോൾ എന്നാലും തമ്പ്രാനു തീണ്ടലാണ്. നെല്ലായ നെല്ലെല്ലാം കൊയ്തു മേടിച്ച് അറയിലിടുമ്പോഴോ തീണ്ടലില്ല, നെല്ലായ നെല്ലെല്ലാം കൊയ്തു മേടിച്ച് അറയിലിടുമ്പോഴോ തീണ്ടലില്ല. ഐ പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പെണ്ണാളെ ഉന്നാരപ്പാട്ടൊന്ന് പാടാമോ, ആ കണ്ടം നട്ടു ഞാൻ ഈ കണ്ടം നട്ടു ഞാൻ, മേലെ കണ്ടത്തിനാറു നട്ടു മേലെ കണ്ടത്തിനാറു നട്ടു. അറകൾ നിറച്ച് പത്തായം നിറച്ചിറങ്ങി വരുമ്പോഴോ തീണ്ടലില്ല, പൊന്മണി വാരിയറ നിറച്ചാലോ കയറിയിറങ്ങിയാൽ തീണ്ടലാണ്, പൊന്മണി വാരി അറ നിറച്ചാലോ കയറിയിറങ്ങിയാൽ തീണ്ടലാണ്. ഐ കുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പെണ്ണാളെ ഉന്നാരപ്പാട്ടൊന്ന് പാടാമോ, ആ കണ്ടം നട്ടു ഞാൻ ഈ കണ്ടം നട്ടു ഞാൻ, മേലെ കണ്ടത്തിനാറു നട്ടു മേലെ കണ്ടത്തിനാറു നട്ടു മേലെ കണ്ടത്തിനാറു നട്ടു. ഇത്രയും നേരം മരിയ വിഷന് വേണ്ടി നല്ലൊരു അഭിമുഖം നൽകുകയും ശ്രവണസുന്ദരമായ 2-3 മനോഹര ഗാനങ്ങൾ പാടി, അതും വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് പാടുകയും ചെയ്ത സത്കല വിജയമാഷിന് മരിയ വിഷൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി.